കാലമാണ്, വല്ലാത്ത കാലം എന്ന് പറഞ്ഞാൽ ഒരു ഈ പറഞ്ഞ ക്യാമറയുടെ ആവശ്യമില്ല, എല്ലാവരുടെയും കയ്യിൽ ഈ ഫോണുണ്ട്. ഈ പറഞ്ഞ ഉപദ്രവം നടക്കുമ്പോഴേക്കും ഈ ഫോണിൻ്റെ ക്യാമറ ഓണാക്കി വെച്ചാൽ ആ ദൃശ്യങ്ങൾ ആ ഫോണിലായി. തന്നെ ഇതിപ്പോൾ ഈ 5 വർഷമായി പീഡനത്തിന് 62 പേർ പീഡിപ്പിച്ച ഈ പെൺകുട്ടി വളരെ യാദൃശികമായി പറഞ്ഞ CWC ഏറ്റെടുത്തത് ഇങ്ങനെ നമ്മൾ ചർച്ച ചെയ്യുകയാണ്. എനിക്ക് ഓർക്കുമ്പോൾ പേടിയാവുന്നു. ഇത്തരത്തിൽ ഓരോ ഫോണിലുള്ള ദൃശ്യങ്ങൾ ഉപയോഗിച്ച് ബ്ലാക്ക് മെയിലിംഗ് ടൂളായി പുറത്തു പറയാൻ കഴിയാതെ നീറ്റി നീറി നമ്മുടെ നാട്ടിൽ എത്ര പെൺകുട്ടികളുണ്ട് എന്ന് ഓർക്കുമ്പോൾ പേടി വരുന്നു. തന്നെയാ ഇഷ്ടം പോലെയുണ്ട്, സ്റ്റിൽ ഇപ്പോഴും ഉണ്ട്. കാരണം ഈ ലാസ്റ്റ് ഈ നമ്മുടെ തിരുവനന്തപുരം സിറ്റിക്കകത്ത് മണക്കാട് കൊഞ്ചിറവിള കുത്തുകല്ലിമോട് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു ട്യൂഷൻ സെൻറ്റർ, ലക്ഷ്യ ട്യൂഷൻ സെൻറ്റർ, അവിടെ പ്രിൻസിപ്പൽ ഒരു കുഞ്ഞിനെ റേപ്പ് ചെയ്തു. അത് ഈ ട്യൂഷൻ സെൻറ്ററിന് അടുത്ത് തന്നെ ഇയാളെ 3 ബിൽഡിങ്ങും കൂടെ എടുത്തിട്ടിട്ടുണ്ട്. എന്തിനാണ് ആ 3 ബിൽഡിംഗ്? ഈ കുഞ്ഞുങ്ങളെയൊക്കെ അവിടെ കൊണ്ടുപോയി ആളെ റേപ്പ് ചെയ്യാനാണ് ഉപയോഗിക്കുന്നത്. അങ്ങനെ എപ്പോഴും 100% മാർക്ക് വാങ്ങിയിരുന്ന ഒരു കുട്ടിയുണ്ട്. അയാളെ റേപ്പ് ചെയ്തു. ആ കുഞ്ഞ് കാര്യം വീട്ടിൽ വന്ന് പറഞ്ഞു. അത് ഞങ്ങൾ ഉടനെ പിന്നെ സിറ്റി പോലീസ് കമ്മീഷണർ സ്പർജൻ സാറെ വിളിച്ചു. പിന്നെ കാര്യങ്ങൾ ദ്രുതഗതിയിലായി. അതിനുശേഷം ഇതിൻ്റെ എക്സ്റ്റൻഷൻ വേണ്ടിയിട്ട് കേസ് കുറേ കുഞ്ഞുങ്ങൾ ഇതിനകത്ത് പെട്ടിട്ടുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് ബാക്കി ഞാൻ CWCക്ക് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഷാനിബ മാഡത്തിന് ട്രിവാൻഡ്രം സിറ്റിയിൽ. സത്യത്തിൽ ഈ CWC ഒക്കെ കാണുമ്പോൾ നമുക്ക് വിഷമാണ് തോന്നുന്നത്. ഇവർക്ക് ചൈൽഡ് റൈറ്റ്സ് കമ്മീഷന് ഇഷ്ടംപോലെ പൈസയുണ്ട്, അവർക്ക് കമ്മിറ്റി അംഗങ്ങളുണ്ട്, എല്ലാം ഉണ്ട്. ഈ CWCക്ക് സ്വന്തമായിട്ടൊരു വാഹനം പോലും ഇല്ല. അതായത് വിക്ടിമായിട്ടുള്ള, അതാണ് ഈ സർക്കാർ സംവിധാനത്തിലെ വലിയ പാളിച്ചകളാണ് ഇതൊക്കെ. ഞങ്ങൾ വിളിച്ചാൽ ഓടി ഒരു സ്ഥലത്ത് വരുന്നത് CWC ആണ്, അതിലെ അംഗങ്ങളാണ്. അവർ ഷാനിബാമയുടെയൊക്കെ അത്രയും ആത്മാർത്ഥമുള്ള, രാത്രി 12-1 മണി വരെ ഇപ്പോൾ ഒരു കുഞ്ഞിനെ വേറൊരിടത്തായി പോയി അവിടെ നിന്ന് തിരിച്ച് ഈ ഓഫീസിൽ ഹാജരാക്കുന്ന രാത്രി 1 മണിക്കാണെങ്കിൽ അവർ പോകാതെ അവിടെ തന്നെ കുത്തിയിരിക്കും. അത്രയും സിൻസിയർ ആയിട്ടുള്ള മനുഷ്യർ അതിൻ്റെ അകത്തുണ്ട്. പക്ഷേ ഒരു വൃത്തിയുള്ള ഒരു ഓഫീസോ, നിങ്ങൾ ഈ പിന്നെ ഇവിടുത്തെ പൂജപ്പുരയിലുള്ള ഈ CWCയുടെ ഓഫീസ് പോയി കാണണം. അവിടെ വരുന്നത് മൊത്തം വിക്ടിംസ് ആയിട്ടുള്ള കുഞ്ഞുങ്ങളാണ് അവിടെ ഉള്ളത്. ഇരിക്കാൻ വൃത്തിയുള്ള ഒരു കസേര, വന്ന ഒരു കുടിക്കാനൊരു വെള്ളം, അലഞ്ഞ് ഇത്രയും ടെൻഷൻ അടിച്ച് മാനസിക ആഘാതമേറ്റ അമ്മയും കുഞ്ഞുങ്ങളും ഒക്കെ ആ മുറ്റത്ത് വെറും തറയിൽ വന്നിരിക്കുവാണ്. അല്ലെങ്കിൽ ഒരു കുടിക്കാനൊരു വെള്ളം, ഒരു 10 രൂപയുടെ ബിസ്ക്കറ്റ് അവിടെ വെക്കുക. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അവരവിടെ ഇരുത്തി ചോറ് ഉണ്ണാതെ വെള്ളം കുടിക്കാതെ ഇങ്ങനെ എന്തൊരു വൃത്തികെട്ട അവസ്ഥയാണെന്നറിയാമോ? ഇതൊക്കെ ഈ മനുഷ്യരെ, ഈ മാനസികാഘാതം ഏറ്റ മനുഷ്യർക്കാണ് കൂടുതലും നമ്മൾ പിന്തുണ കൊടുക്കേണ്ടത്. അതിന് പോലും നമ്മുടെ സർക്കാർ സംവിധാനത്തിൽ ഈ മനുഷ്യർ കുറച്ചുണ്ടായിട്ട് കാര്യമില്ല. പിന്നെ CWC, ചൈൽഡ് റൈറ്റ്സ് കമ്മീഷൻ, മറ്റ് ബോർഡുകൾ, ഇതിലൊന്നും പട്ടികജാതിക്കാരായിട്ടുള്ള SC ST വിഭാഗത്തിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഞങ്ങൾ ഈ കോളനികൾ ഇതുപോലെ എന്നെ പോലത്തെ ഒരുപാട് ആൾക്കാർ ഞങ്ങളുടെ സമൂഹത്തിൽ ഈ കേസുകളിൽ ദളിത് ഇഷ്യൂ എടുത്തു പറയുന്നത് കൃത്യമായും കാരണമുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തന്നെ ഇപ്പോൾ അതിനിപ്പോൾ വാളയാർ കേസ് കണ്ടില്ലേ? വാളയാർ കേസിൽ ശരി അച്ഛനും അമ്മയും പ്രതി ചേർത്തു. അതുകൊണ്ട് ഇപ്പോൾ ചില സോഷ്യൽ മീഡിയ പോസ്റ്റ് ഉണ്ടല്ലോ, അതുകൊണ്ട് എല്ലാം ഓക്കെ. അതുകൊണ്ട് ഇതുവരെ മാധ്യമങ്ങൾ ചെയ്ത മൊത്തം തെറ്റ്, പ്രതിപക്ഷം ചെയ്ത മൊത്തം തെറ്റ്, എല്ലാ കാര്യങ്ങളും ഓക്കെ എന്നാ പറയുന്നത്. എവിടെ ഓക്കെ എന്നാ? ഇത് അവിടെ കിടക്കുക. ഈ പറഞ്ഞപ്പോൾ പൊടിക്കുഞ്ഞു കയറി കെട്ടുന്ന മണ്ടത്തറ ഇപ്പോഴും കിടക്കുക എന്ന് പറഞ്ഞാൽ സമാനമായ രീതിയിൽ കേസുകളുടെ അവസ്ഥ എന്താണ്? ഇപ്പം നേരത്തെ CWCയിൽ സാറ് പറഞ്ഞു ബ്രോക്കൺ ഫാമിലീസിലാണ് കൂടുതൽ. അതൊന്നും അല്ല സാറേ, ചുമ്മാതാണ്. നിങ്ങൾ ഈ കേരളത്തിലെ ഫാമിലി എന്നൊക്കെ പറയുന്നത് ഇത് ഈ ഭാര്യയും ഭർത്താവ് ഒരുമിച്ച് കാറി കയറി പോകണമെന്ന് ഭയങ്കര സൂപ്പർ ലൈഫാണെന്നൊന്നും വിചാരിക്കണം. ഇതൊക്കെ ഇതിനേക്കാളും കെട്ട ജീവിതങ്ങളാണ്. ഒരുപക്ഷെ വെള്ളം അടിച്ച് വരുന്നവൻ്റെ വീട്ടിൽ ഇതിനേക്കാളും സമാധാനം ഉണ്ടാവും. അത്രയും അതൊന്നും അല്ല റീസൺ. ഇതിനേക്കാളും വലിയ ലക്ഷപ്രഭുക്കളുടെ മക്കളെ റേപ്പ് ചെയ്യപ്പെട്ട കേസിൽ ഞാൻ ഇടപെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ അപ്പം അതൊരു അത് മാത്രം റീസൺ അല്ല. ബ്രോക്കൺ ഫാമിലി ഒരു റീസൺ അല്ല. എല്ലാ കുഞ്ഞുങ്ങൾക്കും ഇവിടെ ജീവിക്കാനുള്ള സ്വതന്ത്രമായി അച്ഛനും അമ്മയും മരിച്ചുപോയ കുട്ടികളുടെ ലിസ്റ്റ് സർക്കാരിൻ്റെ കയ്യിലുണ്ടോ? ഇതാണ് എനിക്ക് ചോദിക്കേണ്ടത്. CWCയുടെ കയ്യിലുണ്ടോ? ചൈൽഡ് റൈറ്റ്സ് കമ്മീഷൻ്റെ കയ്യിലുണ്ടോ? വനിതാ ശിശുക്ഷേമ വികസന വകുപ്പിൻ്റെ കയ്യിലുണ്ടോ? നിങ്ങൾ ഇതിൽ ആരെങ്കിലും ഒരു കുഞ്ഞിനെ പോയി കണ്ടിട്ടുണ്ടോ? മാതാപിതാക്കൾ മരിച്ചുപോയ കുട്ടികൾ ആരുടെ കസ്റ്റഡിയിലാണെന്ന് നിങ്ങൾക്ക് അറിയാമോ? ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സുനിൽ മാധ്യമങ്ങളുടെ പിന്നാലെ പോകുന്നില്ല, പൊതുസമൂഹത്തിനെ പറ്റി കാര്യമൊന്നും അറിയില്ല. പക്ഷെ ഗുരുതര ചോദ്യം, അത് ഗുരുതരമായ ചോദ്യം. ഹാഷ്മി പറയട്ടെ. അതായത് ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടിയിട്ട് വേറൊരാളെ മുമ്പിൽ കൈ നീട്ടി ജീവിക്കുന്ന കുഞ്ഞുങ്ങൾ അറിയാമോ? എത്ര ബന്ധുക്കളുണ്ട്? ബന്ധുക്കളുള്ളവർ ആരെങ്കിലും, സ്വത്തുള്ളവരാരെങ്കിലും അവരെ കുഞ്ഞുങ്ങളെ നേരം ഉള്ളവരെ ഇല്ലാത്തവരുടെ അവസ്ഥ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? ഞങ്ങളുടെ തന്നെ കുടുംബത്തിൽ, ഞങ്ങളുടെ തന്നെ പട്ടികജാതി ആദിവാസി വിഭാഗത്തിൽപ്പെട്ട അച്ഛനും അമ്മയും മരിച്ചുപോയ കുഞ്ഞുങ്ങൾ ആരാണ് സംരക്ഷിക്കുന്നത് നിങ്ങൾ നോക്കിയിട്ടുണ്ടോ? എന്നെങ്കിലും അവരുടെ ഡാറ്റ എങ്കിലും കയ്യിലുണ്ടോ? ഏത് വീട്ടിൽ ഏത് കുഞ്ഞിരിക്കുന്നു എന്ന് അറിയാമോ?
അതാണ് പറയുന്നത്. ഈ സംവിധാനം നമ്മൾ വെറും പോളിഷ്ഡ് ആയിട്ട് പോയിട്ട് കാര്യമില്ല. ഒരിക്കലും ഈ ഒരു സമൂഹത്തെ നേരിട്ട് ഇങ്ങനെ നന്നായി കൊണ്ടുപോകാൻ സാധിക്കില്ല. ഒരു ജനാധിപത്യത്തിന്റെ അടിത്തറ സ്ട്രോങ് ആയിരിക്കണം. അത് പൊതുസമൂഹത്തിനും ഏറ്റവും പാവങ്ങൾക്കും വേണ്ടി പടുത്തുയർത്തുന്നതായിരിക്കണം. ഇവിടെ എല്ലാ സംവിധാനവും ഏറ്റവും നല്ല വികസനമുണ്ട്, അതൊന്നും ഞങ്ങൾ പറയുന്നില്ല. പക്ഷേ അടച്ചുറപ്പ് ഇന്നും ലൈഫ് പദ്ധതി വന്നിട്ട് എനിക്കറിയാവുന്ന 70 കുഞ്ഞുങ്ങളുണ്ട് മാതാപിതാക്കൾ മരിച്ചു, അവർക്ക് വീടില്ല, അവർക്കാർക്കും വീടില്ല. ഇപ്പൊ കുളത്തൂപ്പുഴയിൽ ഒരു വീട്ടിൽ 2 കുഞ്ഞുങ്ങൾ റേപ്പ് ചെയ്യപ്പെട്ടു. ആ 2 കുഞ്ഞുങ്ങൾക്ക് ഇതുവരെ കിടക്കാൻ ഇടവായിട്ടില്ല. അവരിപ്പോഴും ഒരു ടാർപോളിന്റെ അടിയിലാണ് കിടക്കുന്നത്. ആ കുഞ്ഞുങ്ങളെ കൊണ്ട് ഷെൽട്ടർ ഹോമിൽ കൊണ്ടുപോയി ആക്കി. എങ്ങനെ, എന്ത് സംവിധാനം, ആരാണ് ഇവരെ ടേക്ക് കെയർ ചെയ്യുന്നത്? ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി എന്ത് സംവിധാനമാണ് ഇവിടെ ഉള്ളത്? ജീവിച്ചിരിക്കുന്നവർക്ക് വേണ്ടിയിട്ട്, മരിച്ചുപോയവരുടെ കാര്യമല്ല. ആ മരിച്ചുപോയവർ പോയി അത് വീണ്ടും ജീവിച്ചിരിക്കുന്ന കുഞ്ഞുങ്ങളെ വീണ്ടും സംരക്ഷിക്കുമെന്ന് പറയുന്നു. ജീവിച്ചിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി സർക്കാർ എന്താണ് ചെയ്യുന്നത്? എനിക്ക് ഒറ്റ കാര്യം അറിഞ്ഞാൽ മതി, മാതാപിതാക്കൾ മരിച്ചുപോയ കുട്ടികളുടെ ലിസ്റ്റ് സർക്കാരിൻ്റെ കയ്യിലുണ്ടോ? ഈ കുഞ്ഞുങ്ങൾ എവിടെയുണ്ടെന്ന് ഈ ഡിപ്പാർട്ട്മെന്റ്, ഈ ആരോഗ്യ വകുപ്പ്, പഞ്ചായത്തുകൾ, വനിതാ ശിശുക്ഷേമ വികസന വകുപ്പ്, പിന്നെ CWC, ചൈൽഡ് റൈറ്റ്സ് കമ്മീഷൻ, ആർക്കെങ്കിലും ഒരാളുടെ ഈ ഡാറ്റ ഉണ്ടോ? കേരളത്തിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന ആരുടെയെങ്കിലും ഡാറ്റ ഉണ്ടോ? പൊള്ളുന്ന ചോദ്യമാണ് തന്നെ. അപ്പൊ തന്നെ ചോദിക്കുന്നത് വെറുതെയുമല്ല, അത് ഈ പറഞ്ഞ അനുഭവത്തിന്റെ പശ്ചാത്തലത്തിൽ ചോദിക്കുന്ന ചോദ്യമാണ്.